പണ്ടൊരു ചൊല്ലുണ്ട്, നമ്മള് ചില സമയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്ന സമയം നമ്മൾ വളരെ കാമായിട്ടിരുന്നിട്ട് ക്വയറ്റായിട്ടിരുന്നിട്ട് വേണം പ്രതികരിക്കാനെന്ന് പറയും. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയം നമ്മളിത് ഈ പ്രതികരണവും കൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ സംടൈംസ് നമുക്കത് അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. മീൻസ് നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും അതായത് അതിന് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ 2-3 ദിവസമായിട്ട് വല്ലാത്ത ഒരു സ്ട്രെസ്സിലും വല്ലാത്ത ഒരു വൾഗർ സിറ്റുവേഷൻസിൽ കൂടെ പാസ് ത്രൂ ആവുന്നൊരു ഇതായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്ത് ഇട്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ താൽക്കാലികമൊന്നല്ല, ഞാൻ സ്ഥിരമായി ഫേസ്ബുക്കിൽ തന്നെ മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ 2012 ഓൺവാർഡ്സ് ഫേസ്ബുക്കിൽ ആക്റ്റീവായ ഒരാളാണ്. ആക്റ്റീവ് മീൻസ് അത്ര വലിയ ആക്റ്റീവ്നെസ് ഒന്നുമില്ല. എനിക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഹായ് എവരിവൺ, ഐ എം സോറി ഞാൻ നിങ്ങളാരെയും ഗ്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഡയറക്റ്റ് ലൈവിലേക്ക് വന്നു. ബിക്കോസ് ഞാൻ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് ആരും ഉണ്ടായിരുന്നില്ല ലൈവിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു ഓക്കെ ദെൻ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അതങ്ങ് പറയാമെന്നുള്ള രീതിയിലേക്ക് ഡയറക്റ്റ് വരികയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും ഒരു കുറച്ചൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും, ഒരു ബ്രീഫ് നോട്ട് ഉണ്ടാകാം. ഹായ്, ഹലോ സുധീർ ഖാൻ, സുഖം. ഹായ് മോളുക, ദേ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മീൻസ് കുറെ കാലമായിട്ട് ഞാൻ അനുഭവിച്ച സൈബർ അറ്റാക്ക്, കുറെ ഇഷ്യൂസ് ഒക്കെ കുറെ ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ പ്രോബ്ലവും ഞാൻ സോൾവ് ചെയ്ത് കൊണ്ടുവന്നത്. സത്യത്തിൽ 2 പെൺകുട്ടികളെ സഹായിക്കാൻ പോയി. അതിനു മുമ്പ് വേറൊരു സ്ത്രീ പ്രശ്നത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പം അവളുടെ കട തുടങ്ങാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് കൊടുക്കുകയും അവളെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അവസാനം എനിക്ക് നാണക്കേടുണ്ടാവുകയും ഞാൻ ഈ രീതിയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് വന്ന് വീഴുകയാണ് ഉണ്ടായത്. എനിക്ക് പൊതുവില് എന്റെ ഒരു കൺസെപ്റ്റാണ്. എനിക്ക് ബാക്കിയുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ശത്രുക്കളെ ഇഷ്ടമില്ല. ശത്രുക്കൾ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ആരും ശത്രുവായിട്ടോ മിത്രമായിട്ടോ ആഗ്രഹമില്ല. ഞാൻ എലോണായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളുമാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എനിക്കിപ്പോഴും ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കങ്ങനെ ഒരു സറൗണ്ടഡ് പീപ്പിൾ എൻ്റെ കൂടെ ഉണ്ടാകണം, അവരെന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരെന്നെ കൊണ്ട് നടക്കണം, അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല. മനസ്സോടെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത വ്യക്തി വിനീതാണ്. ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചത്, ഒരുപാട് ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ ഒപ്പം കൂടെ എനിക്ക് വേണം എന്ന് തോന്നിയ ഒരേ ഒരാള് മീൻസ് അപ്പാർട്ട് ഫ്രം മൈ ഫാമിലി മെമ്പർ വിനീതിനെ മാത്രമാണ്. ബാക്കി അങ്ങനെ ഞാൻ പറയുന്നില്ലേ, യൂഷ്വലി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് എൻ്റെതായ ഒരു ലൈഫിൽ എൻ്റെതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കയറിയിരിക്കുന്ന ഒരാളാണ്. മക്കളും ഏകദേശം സിമിലർ ഇതുള്ളതാണ്. പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സപ്പോർട്ടും സഹകരണവും ഒക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ റീസെന്റ്ലി ഞാൻ കാണുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു പ്രോബ്ലം നടന്ന സമയത്ത് ഇവിടെ ഒരു ഹ്യൂജ് ഇഷ്യൂ ആയിരുന്നു. ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയുന്ന അലിഗേഷൻസ് ആയിരുന്നില്ല എനിക്കെതിരെ ഇവരൊക്കെ പുറപ്പെടുവിച്ചത്. ഞാൻ ആദ്യമെല്ലാം വയലന്റായി കുറെ പ്രാവശ്യം ഞാൻ കൺട്രോൾ ഇല്ലാതെ അൺപാർലമെന്ററി വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു നെസസിറ്റി വന്നിരുന്നു. ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ. കാരണം ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാനും. ഇൻ കേസ് ഉണ്ടായാൽ തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്ത് മീൻസ് വീണ്ടും എന്റെ സ്ട്രെസ് ലെവൽ കൂട്ടാനൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പിണക്കങ്ങളോ പരിഭവങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരുമായിട്ടുള്ള ആ ഫുൾ റിലേഷൻഷിപ്പ് അങ്ങ് ബ്രേക്ക് ചെയ്യുക. ആൻഡ് ആ സൈഡിലേക്ക് ഞാൻ നോക്കാറില്ല, ശ്രദ്ധിക്കാറേയില്ല. കുറെ കാലം ഞാൻ മാരേജോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോകുമായിരുന്നില്ല. കാരണം ആസ് യൂഷ്വൽ ആളുകൾക്കെല്ലാം ഉള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. എന്താ ഫസ്റ്റ് ഹസ്ബൻഡ് എവിടെയുണ്ട്, എന്താണ് അയാളുടെ വിശേഷങ്ങൾ, ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനൊന്നും ആൻസർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിഷേധാത്മകമായി നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോണ്ടുകൾ പിന്നീട് അവരെ നമ്മളെ ശത്രുപക്ഷത്തേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ അവരോടൊന്നും അങ്ങനെ സംസാരിക്കാനോ സംവദിക്കാനോ ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കൊറോണ സമയത്ത് എനിക്ക് കുറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സർവൈവ് ചെയ്തു. കൊറോണ എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ഈ കാലിന്റെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഞാൻ സർവൈവ് ചെയ്യുന്നത് ഞാൻ ആർട്ടിക്കിൾ റൈറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് പേർക്ക് കൊടുത്തിരുന്നു. കുറെ നിങ്ങൾ ഈ
സമൂഹത്തിൽ മാധ്യമങ്ങളിൽ കാണുന്ന വലിയ മിടുക്കന്മാരുടെയൊക്കെ കുറെ അധികം നല്ല മിടുക്കന്മാരുടെയൊക്കെ ആർട്ടിക്കിൾസ് എന്ന് പറയാൻ എന്റെ പേര് വെക്കാൻ സാധിക്കാത്ത എന്റെ ആർട്ടിക്കിൾസ് തന്നെയാണ് അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതായിരുന്നു എന്റെ ഉപജീവനം. സമത്, അതായിരുന്നു എന്റെ ഉപജീവനം ആ സമയങ്ങളിൽ. അപ്പം ഞാൻ പറയാമല്ലോ, സൈലന്റ്ലി സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ സൈലന്റ്ലി ഇതെല്ലാം അവരുടെ അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ നമുക്ക് വോയിസിൽ തരും. പിന്നെ നമ്മളത് ഡെവലപ്പ് ചെയ്ത് എഴുതി അവർക്ക് കൊടുക്കും. അവരത് അവരുടെ പേരിൽ കൊണ്ടുപോയി പബ്ലിഷ് ചെയ്യും. അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇതൊക്കെ ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറയും. നമ്മൾക്ക് പുറത്തു നിന്ന് നിങ്ങൾ കാണുന്ന ഒരു പൊളിറ്റിക്കൽ വേർഡിനപ്പുറം ഇത്തരം ആൾക്കാർക്ക് ഇന്റേണൽ ആയിട്ട് ഒരു യൂണിറ്റി ഉണ്ടാകും. മനസ്സിലായില്ലേ? പരസ്പരം ചിലപ്പോൾ കുറ്റങ്ങൾ പറയാം, പരസ്പരം ചിലപ്പോൾ സപ്പോർട്ടീവ് ആയിരിക്കാം. മീൻസ് രണ്ട് പാർട്ടി ആയിരിക്കെങ്കിലും രണ്ട് ആശയങ്ങളാണെങ്കിലും ഇവർ ഇന്റേണലിയൊക്കെ കക്കാനും മുക്കാനും ഒക്കെ ഇവരൊക്കെ മിടുക്കന്മാരായിരിക്കും. അങ്ങനെ കുറെ വിഷയങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ റൈറ്റ് കൊണ്ട് തന്നെ എനിക്ക് കുറെ അധികം ന്യൂസുകളും കുറെയൊക്കെ എന്റെ കയ്യിൽ കിട്ടുന്നു. ഒരു സേഫ്റ്റി കൺസേൺ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല എങ്കിൽ എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടൊക്കെ തന്നെ കുറെ അധികം കാര്യങ്ങൾ ഞാൻ സേവ് ചെയ്ത് വെക്കുക സ്ഥിര പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറെ എന്റെ മെന്റൽ ഇഷ്യൂസും ഞാനിങ്ങനെ ഹസ്ബൻഡ് മരണപ്പെട്ട സമയത്തുള്ള ആ ഒരു മാനസികാവസ്ഥയും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് കുറെ ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു. കുറെ കാലം ആരോടും തീരെ സംസാരിക്കാനോ ആരുമായിട്ട് ഇടപെടാനോ ഒന്നും ആഗ്രഹിക്കാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാക്സിമം ഫോണിലൊക്കെ റെക്കോർഡിങ്സും അത്യാവശ്യം ചിലപ്പോൾ ഞാൻ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ മൈൻഡ് വേറെ ഏതെങ്കിലും തലത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് അതൊരു ഇൻസൾട്ട് ആവണ്ടെന്ന് വെച്ചാൽ ഞാനത് റെക്കോർഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് പിന്നെ ലേറ്റർ ഓൺ കേട്ടിട്ട് പിന്നെ മിക്കവാറും എന്റെ ഫ്രണ്ട്സിനൊക്കെ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിരിക്കും. സോ ആ ഒരു രീതി എനിക്ക് കുറെ ഫേവർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന്, ഇപ്പൊ ഇത് ഇത്രയും വൈഡാക്കിയൊന്നും പറയുന്നില്ല. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ച് വന്നതെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്ത് തന്നെ ഞാനൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ഐ എം ഗോയിങ് ടു ടെൽ ഈ സ്റ്റോറി ഞാൻ പറയാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞല്ലോ ഫിജോ ജോസഫുമായിട്ടായിരുന്നു എന്റെ വഴക്കുണ്ടായിരുന്നത്. അവളുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാം. എല്ലാവരെയും വെല്ലുവിളിക്കുകയും എന്തോ സംഭവമാണെന്ന് സ്വയം വിചാരിക്കുകയും 10ാം ക്ലാസ് പോലും പാസ്സാവാത്തവൾ പിന്നെ മാധ്യമ പ്രവർത്തകയാണെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുകയും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അതൊക്കെ മാറിയെന്നും ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. അപ്പം അതിനാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ലൈവിൽ വരാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഞാൻ റിട്ടയർമെന്റ് എന്നൊരു രീതി ഉണ്ടാകും. അപ്പൊ ഇത് അൺഫോർച്ചുനേറ്റ്ലി എന്റെ മകൻ ഏബിൾ ആയിട്ടില്ല. അവൻ ഡിഗ്രി പഠിക്കുന്നതേ ഉള്ളൂ. അതൊന്ന് കംപ്ലീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു റിട്ടയർമെന്റ് ലൈഫ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. ആ സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തന്നെ. അപ്പുറം ഞാൻ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തിയോ ഇതിനകത്തൊരു അഡിക്ഷനോ ഒന്നും എനിക്കില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില വിഷയങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം. അത് പെണ്ണുങ്ങളുടെ വിഷയങ്ങളാണോ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ സ്ത്രീകൾ തന്നെ അതിനെതിരെ സംസാരിക്കണം, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടും സംസാരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കുറെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മുൻപൊക്കെ. അതൊക്കെ നമ്മൾ എഴുതിയിടുന്നതിനെക്കാട്ടി നല്ലത് പറയുമ്പോൾ കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടാകും, കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് അത് റീച്ച് ആകും. ആ ഒരു ഉദ്ദേശം കൊണ്ടും ആ ഒരു ഉദ്ദേശമാണ് ഇനിയുള്ള എന്റെ ലൈവുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ അസോസിയേഷന്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം അറിയാമല്ലോ, നമ്മളൊരു സ്വന്തം രാജ്യമല്ല, മറ്റൊരു രാജ്യത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ വന്നതാണ്. ഇനിയിപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒരു കേസോ മറ്റോ ഒന്നും ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രം ഞാൻ അവരുടെ പേരുകൾ വ്യക്തതയോടെ പറയുന്നില്ല. പക്ഷെ ഞാൻ മിക്കവാറും എല്ലായിടത്തും ഞാൻ പലതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഓൾ കാൽക്കുലേഷൻ എല്ലാവർക്കും മനസ്സിലാകും ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. എനിക്കായിട്ട് ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഞാൻ ജോലി ചെയ്ത് ജീവിച്ചതിനപ്പുറം ഞാൻ ഒരു അസോസിയേഷൻ മെമ്പറും അല്ല. എനിക്ക് എല്ലാ അസോസിയേഷൻകാരുമായിട്ട് നല്ല ബന്ധവും എല്ലാവരെയും ഞാൻ പറഞ്ഞില്ലേ ആസ് യൂഷ്വൽ ആർട്ടിക്കിൾ റൈറ്റ് എന്നെ ഒരുപാട് മേജർ ആൾക്കാർക്കിടയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് ഓൺലി ആ റൈറ്റ് അപ്പ് കഴിഞ്ഞാൽ ഞാൻ എന്റെ പണി എനിക്ക് എന്റെ പേയ്മെന്റ് കിട്ടും. സോ ഐ ആം ഹാപ്പി വിത്ത് മൈ പേയ്മെന്റ്. ഞാൻ സൈലന്റ്ലി ഇരിക്കും. പക്ഷെ ഇതിനകത്ത് നടക്കുന്ന എല്ലാ പൊളിറ്റിക്സും ഞാൻ കാണുകയും മനസ്സിലാക്കുകയും അതിന് കമന്റ് കൊടുക്കാതെ ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്
ചെയ്യുകയാണ് പതിവുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന ഒരു അസോസിയേഷൻ, അതായത് എനിക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു ആശയത്തിനോടും അക്സെപ്റ്റൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ഒപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ചാരിറ്റി എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. അതൊരു ഒരു ബിസിനസ് ആക്കാനോ അല്ലെങ്കിൽ എന്നെ സെൽഫ് ഡെവലപ്പ് ചെയ്യാനോ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിയുന്നത് എന്തും ചെയ്യാൻ ഞാൻ അത് ഉൾക്കൊണ്ടിട്ട് അതിന്റെ ശരിക്കുള്ള തത്വം ഉൾക്കൊണ്ടിട്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അതിന് ഈ അസോസിയേഷൻസുകാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം നിന്നത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് അവരായിരുന്നു. അവരെ കൂടെ ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. മൈസെൽഫ്, ഞാൻ ഏൺ ചെയ്യുന്ന മണിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ച് നാട്ടുകാർക്ക് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. എനിക്ക് താല്പര്യവുമില്ലാത്ത ചാരിറ്റി, എനിക്കത് ഇഷ്ടവുമില്ല. നമ്മളാൽ കഴിയണം നമ്മൾ ചെയ്യുക. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. മറ്റുള്ളതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും ഇതിനുമൊക്കെ പോകുമ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത പുഴുക്കുത്തുകളും ആവശ്യമില്ലാത്ത പ്രോബ്ലംസും ഒക്കെ നമ്മുടെ തലയിലേക്ക് വരുന്നത്. ഇൻ ഷോർട്ട്, ഈ പ്രശ്നം വരുമ്പോൾ ഫിജോയുടെ പ്രശ്നം വരുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻസൾട്ട് ചെയ്തത്, ഞാൻ ഇൻസൾട്ടഡ് ആകപ്പെട്ടത്, ബാക്കിയുള്ളതൊക്കെ പെട്ട് കൂടെ ചേർന്ന് നിന്നവർ അവൾക്കൊപ്പം നിന്നിട്ട് എന്നെ എന്തോ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര വണ്ടറായിരുന്നു, ഇവർക്കൊക്കെ ഭ്രാന്താണോ? സീരിയസ്ലി ഞാൻ പറഞ്ഞില്ല, ഞാൻ സിംഗിളായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ലേഡിയാണ്. എന്നെ ഒതുക്കാനും മാത്രം ഇത്രയും മനുഷ്യരോ? ഇത് ഇത്രയും വലിയ ലോറിയിൽ ആൾക്കാരൊക്കെ വന്ന് എന്നെ ഒതുക്കാനും വേണ്ടിയുള്ളൊരു സംഭവമാണോ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കം ടു അസോസിയേഷൻ തിങ്, അയാളിലേക്ക് വരാം. അപ്പം അയാൾ വന്നിട്ട് പിന്നെ ആദ്യം ഈ ഇഷ്യൂ നടക്കുന്നത് വെരി ഫസ്റ്റ് ബിഗിനിങ് ടൈമിൽ പുള്ളി എന്നെ വിളിച്ചിരുന്നു. പുള്ളിയുടെ പേര് അബ്ദുൽ സലാം എന്നാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ഞാനുണ്ട്. ആ അസോസിയേഷന്റെ പേര് പറഞ്ഞിട്ട്, ആ അസോസിയേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ തണലായി നിൽക്കും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. അപ്പം ഈ ഇഷ്യൂ ഡെവലപ്പ് ചെയ്യാണ് 1 by 1 ആയിട്ട്. എനിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് അനുബന്ധമായിട്ട് വരുന്നു. കാരണം ഐ തിങ്ക് 90 ഡേയ്സോളം ഞാൻ ലൈവിൽ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. സൈബർ അറ്റാക്ക് ഒക്കെ ഞാൻ കൊണ്ടുവന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദെൻ അക്കോർഡിംഗ്ലി പുള്ളി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് കത്തിയിട്ടില്ല, എന്താണ് ഇതിന്റെ ഇൻഡെപ്ത്. അപ്പം പുള്ളി എങ്ങനെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു, നോ എനിക്കാരും വേണ്ട. അന്ന് ഞാൻ പറഞ്ഞ അതേ കമന്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് നേരിടും, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടം, എനിക്കിത് ഒറ്റയ്ക്ക് നേരിടാനാണ് ഇഷ്ടം. ഞാൻ ഹസ്ബൻഡായ വിനീതിനോട് പോലും ഞാൻ പറഞ്ഞില്ല പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊപ്പം നിൽക്കണം. ഞാൻ പുള്ളിയെ പോലും ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ ആ സമയങ്ങളിൽ തന്നെ ഞാൻ ഞാൻ ഇന്ന് എന്റെ ടൈമിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പുള്ളിയെ കുറിച്ചോ അല്ലെങ്കിൽ പുള്ളിയുടെ എന്തെങ്കിലും ഒരു സപ്പോർട്ടോ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുമില്ല. വേണ്ടാന്ന് തന്നെ മകനോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞ, മോനെ വേണ്ട, ഞാൻ തന്നെ ഇത് ഹാൻഡിൽ ചെയ്തോളാം. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, ഒരാളും എന്റെ കൂടെ വന്ന് ജോയിൻ ആകരുത്, ഒരാളും വന്ന് സപ്പോർട്ട് ഈ കമന്റ് ഇടരുത്. ഈ നിങ്ങൾ കാണുന്ന രഘു ചേട്ടനായിരുന്നാലും മറ്റേ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. അവരൊന്നും തന്നെ എന്റെ പാസ്റ്റ് ഫ്രണ്ട്സ് അല്ല. ഈ ഇഷ്യൂ നടക്കുമ്പോൾ എന്റെ ഒപ്പം വന്നവരാണ്. അല്ലാതെ എന്റെ ഓൺ സുഹൃത്തുക്കൾ ആരും തന്നെ എനിക്ക് ഇതിനു വേണ്ടി സപ്പോർട്ട് കമന്റ് ഇടാൻ വന്നിട്ടില്ല, ഞാൻ സമ്മതിച്ചിട്ടില്ല. ദാറ്റ്സ് ട്രൂ. അപ്പം പുള്ളി എന്നോട് വന്ന് ഇങ്ങനെയൊന്ന് പറയുകയും പിന്നീട് ഇവരൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി, എവിഡൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പെണ്ണായിട്ട് കയറി ഇരുന്നത് സനില എന്ന് പറയുന്ന ജസ്റ്റിന്റെ വൈഫാണ്, സനില എന്ന് പറയുന്ന കൊച്ചു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് അതിനകത്തിരുന്നിട്ട് വൾഗർ കാര്യങ്ങൾ തെറി, ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പം അതിനകത്ത് നടന്നതൊക്കെ ഭയങ്കര ഹേർട്ടിങ് സ്റ്റഫാണ്. ഞാനൊന്ന് പതറുകയും ചെയ്തത്. കാരണം എന്നെ ആരും ഇങ്ങനെ തെറി വിളിച്ചൊന്നും എനിക്ക് എക്സ്പീരിയൻസ് എല്ലാം കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ അതൊക്കെ ഓവർകം ചെയ്തു. നൗ ഐ എം ഓക്കെ. ഞാൻ പറയാൻ വന്ന വിഷയം ഈ പറയുന്ന മേധാവിയായി അഭിനയിക്കുന്ന ആളിനാണ്. ആക്ച്വലി അയാളുടെ സർട്ടിഫിക്കറ്റ് പോലും വാലിഡ് അല്ല. ഇവിടുന്ന് കുപ്പയെന്ന് പറക്കിയെടുത്ത സർട്ടിഫിക്കറ്റ്സ് ആണ്. ഐ നോ ദാറ്റ്. ഞാൻ അതിന്റെ ബിഹൈൻഡ് ഒന്നും പോകുന്നില്ല. ഇവിടെ അങ്ങനെ കുറെ പേരുണ്ട് മഹാന്മാരെന്ന് സ്വയം അഭിനയിക്കുകയും ഒന്നുമല്ല. ശരിക്കൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അയാളെ കൊണ്ട് എഴുതാനാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഭയങ്കര കാര്യമാണെന്ന് എന്താ, സാധുവായി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു മൃഗമാണ്, മനുഷ്യമൃഗം. അയാൾക്ക് ഒരിക്കലും ഒരു ഒരു സന്യാസിക്ക് ഒരിക്കലും, ഞാൻ മുമ്പേ പറഞ്ഞ അതേ കമന്റ് തന്നെയാണ്, ഒരു ക്രിമിനലിന് ഒരിക്കലും ഒരു സന്യാസിയാകാനാകത്തില്ല. സന്യാസിയായിട്ട് അഭിനയിക്കാനേ പാടുള്ളൂ, അതേ പറ്റുള്ളൂ. അപ്പം എനിക്ക് അയാൾ ആ സമയത്തൊക്കെ ആ അസോസിയേഷൻ വഴി കുറച്ച് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഫ്രഷ് ഫുഡിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പാക്കറ്റ് ഫുഡ്സ് ഒക്കെ, അരി അങ്ങനെയുള്ളത്. ഞാൻ ഇതിന്റെയൊക്കെ ടൈം നോക്കുമ്പോൾ എക്സ്പയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അയാളത് സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ എല്ലാ പള്ളികളുടെ മുമ്പിലും ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നത് പാവങ്ങൾക്കാണ്, അതായത് നീഡി പീപ്പിളിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഡ്രസ്സുകളാണ്. അത്
നല്ലത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ശരിയല്ലേ? നമ്മൾ ഇട്ട് പഴകിയതല്ല അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഡൊണേഷൻ മീൻസ് അതാണ് ചാരിറ്റിയെ വളച്ചൊടിച്ച് ചാരിറ്റിയെ വൈകൃതമാക്കി അതിൽ ജീവിക്കുന്ന കുറെ ജന്തുക്കളുണ്ട്. അവരെ മുൻപോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ വെളിയിൽ കൊണ്ടുവരണോ എന്നുള്ളതാണ്. ഞാൻ അവിടുന്ന് വാങ്ങുന്ന സാധനങ്ങൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് അവിടുന്നാണ് ഞാൻ കളക്ട് ചെയ്യണേ എന്നുള്ളത്. എന്നിട്ട് ഞാൻ അതിന്റെ കറക്റ്റ് ഡേറ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ അത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുമ്പോൾ മോസ്റ്റ്ലി ഇവിടെ മിക്കവാറും എല്ലാവരും ബുദ്ധിമുട്ടുള്ളവരല്ല എന്നും കൂടെ ഓർക്കണം. ഇവിടെ മിക്കവാറും പ്രവാസികൾ അത്രയും കഷ്ടപ്പെടുന്നവരൊന്നും ആ സമയത്തില്ല. എന്നാൽ പോലും എല്ലാവരും അത് ഫുഡല്ലേ കളയണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും വാങ്ങിയെടുത്തോണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് മനസ്സിലാക്കിയിട്ടും ഞാൻ അയാളെ ഇൻസൾട്ട് ചെയ്യാനോ അക്കാര്യം പറയാനോ ആ അസോസിയേഷനെ ഇൻസൾട്ട് ചെയ്യാനോ ഞാൻ പോയിട്ടില്ല. എന്നെ കൊണ്ടാകുന്ന കണക്ക് അവരുടെ അടുത്ത് അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ എക്സ്പയറി ഡേറ്റ് ഉള്ളതൊന്നും തരാതിരിക്കുക. കാരണം അത് യൂസ്ഫുൾ അല്ല. മാവ് തന്നതൊക്കെ നാറ്റം കാരണം നമുക്കത് നമ്മൾ കാടി കലക്കി പശുവിന് കൊടുത്താൽ പശു കുടിക്കില്ല എന്നൊരവസ്ഥയിലുള്ള സാധനങ്ങളാണ് അവർ തന്നിട്ടുള്ളത്. സോ ഞാൻ അവരെ ഇകഴ്ത്തി സംസാരിക്കുന്നതായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്താൽ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയണത്. നമുക്ക് എന്ത് അനുഭവമാണോ അതല്ലേ നമുക്ക് പറയാനാവുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് ആണ് പറയണത്. ഇത് ഇനി മറ്റ് അസോസിയേഷൻകാർ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അവർക്കെതിരെയും എനിക്കുണ്ട്. കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്കുണ്ടായ എന്റെ അവസ്ഥയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരുടെ ഓപ്പോസിറ്റ് ഗ്യാങ് വേറൊരു ടീമുണ്ട്. എനിക്ക് വയ്യാതെ ഇവിടെ ഇരുന്ന ഒരു സമയമുണ്ടായിരുന്നു 2018. എന്റെ മക്കൾ നാട്ടിലും ഭാഷ അറിയാത്ത എന്റെ കുഞ്ഞുങ്ങൾ നാട്ടിലും. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ ഭാഷ പഠിപ്പിക്കാതിരുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ്, സിംഗിൾ പേരന്റ് ആണ്. എന്റെ കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ എനിക്കില്ല. എനിക്ക് ഇവിടെ കിട്ടിയിരുന്ന സെർവൻസ് ഒക്കെ തന്നെയും മറ്റു ഭാഷക്കാരാണ്. അവരുടെ ഭാഷയാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സമയം. കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഓൺലി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഒക്കെ ആയിരിക്കും. പിന്നെ ചില സമയങ്ങളിൽ മാത്രം ഞാൻ ഉണ്ടാവുന്ന സമയത്ത് മാത്രം മലയാളം പറയുകയോ അല്ലെങ്കിൽ TV-യിൽ മലയാളം ഷോ പോവുകയോ ചെയ്യും. മിക്കവാറും ഞാൻ കാണുക ന്യൂസാണ്. കടും മലയാളത്തിലാണ് ന്യൂസ് വരിക. അതൊന്നും കുട്ടികൾക്ക് ദഹിക്കില്ല. ന്യൂസ് കാണാൻ ഒരു കുഞ്ഞുങ്ങളും ആഗ്രഹിക്കില്ല. അങ്ങനെ അത് കുറെ നാൾ നിന്ന് പോയി കുട്ടികൾക്ക് ഭാഷ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനകത്തൊരു പ്രൈഡും ഞാൻ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ സത്യമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു എന്റെ കുഞ്ഞുങ്ങളെ ആ ഭാഷ പഠിപ്പിക്കാതിരുന്നത്. കാരണം അവർ ആ നാട്ടിൽ ജീവിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമുണ്ടായിരുന്നു. ഞങ്ങൾ ബേസിക്കലി തമിഴ്നാട്ടിലേക്ക് ചേക്കേറാൻ നിൽക്കുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ ഭാഷ മതി എന്നുള്ള രീതിയിൽ ഞാൻ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോ ഇപ്പൊ എന്റെ മക്കൾ പോയിരുന്നത് 2018 എന്റെ മക്കൾ പോയിരുന്നത് എന്റെ നാട്ടിൽ പറകുന്നതിലുള്ള വീട്ടിലേക്കാണ് പോയിരുന്നത്. അപ്പം സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു അവരവിടെ. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക്. അതാണ് എനിക്ക് ഈ അസുഖം കൂടുതൽ മൂർച്ഛിച്ചതും ഞാൻ ഇത്ര രീതിയിൽ വയ്യാണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ അസോസിയേഷന്റെ ഓപ്പോസിറ്റ് ഗോഷ്ഠി ഇവിടെ മെയിൻ പ്രവാസി സംഘടനയാണ്. അവര് വന്ന് എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ, എന്റെ ഈ പാട്ടക്കാറ് വിൽക്കാനും എന്റെ ജുവൽസ് ഒക്കെ വിറ്റ് തൽക്കാലം ആ ഫൈൻ അടയ്ക്കാൻ. എനിക്കൊരു ഫൈൻ വന്നു, ഒരു 50,000 ദിർഹത്തിന്റെ എന്റെ കമ്പനിയുടെ പ്രോബ്ലത്തിൽ. അത് അടയ്ക്കുക എന്നാണ് ആ സജഷന് വേണ്ടിയിട്ടാണ് ഈ പ്രവാസി അസോസിയേഷൻ എന്റെ അടുത്തേക്ക് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവരൊക്കെ ബേസിക്കലി നത്തിങ് ആണ്. ഈ പറയുന്ന യൂണിറ്റിയും ഇതുമൊക്കെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. റിപ്പീറ്റ്, എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സ്ത്രീയായ ഒറ്റയ്ക്ക് താമസിക്കുന്ന മക്കൾ നാട്ടിൽ പെട്ടുപോയി വിസ എക്സ്പയർഡ് ആയ ഒരു സ്ത്രീയെ കാണാൻ വരുന്ന അസോസിയേഷൻ മെമ്പേഴ്സ് എന്തായിരിക്കണം പറയേണ്ടത്? ഞങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി തരാം, നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് എന്ത് വേണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെലവിന് കൊടുക്കണമോ, അല്ലെങ്കിൽ അവരെ അവിടെ പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യാനോ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അങ്ങനെയല്ല അവരെന്നോട് ചോദിച്ചത്. കാറുണ്ടല്ലോ, അത് വിറ്റുകൂടെ? വിസ എക്സ്പയർഡ് ആയ ഞാൻ കേസും 50,000 രൂപ ഫൈനും എനിക്ക് പണിഷ്മെന്റ് വരുമോ എന്നുള്ളത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്നോട് അസോസിയേഷൻ മെമ്പേഴ്സ് വന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ആ കഥ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. അല്ല, അതിന്റെ ഒരു ബ്രീഫ് നോട്ട് ഞാൻ പറയാം. ഒരു വാശിപ്പുറത്ത് ഞാൻ തനിയെ ഇത് വാദിക്കും, എനിക്കിത് വാദിക്കാൻ അറിയാമെന്ന് പറഞ്ഞു ഒരു വക്കീലിനെയും വെക്കാതെ ഞാൻ തനിച്ച് തന്നെയാണ് പോയത്. വാദിച്ചതും 1 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നില്ല. എന്നെ നിരുപാധികം വിട്ടു. കാരണം അതിന്റെ റീസണബിൾ ആയ ഒരു കാര്യമായിരുന്നു. എന്റെ അറബി മരണപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നതെന്നും അത് മനസ്സിലാക്കി കോടതി എന്നെ നിരുപാധികം വെറുതെ വിടുകയാണ് ഉണ്ടായത്. വിസ എക്സ്പയർഡ് ആയിരുന്നു. അതിനൊരു 4,000 രൂപയോളം എനിക്ക് ഫൈൻ ഉണ്ടായിരുന്നു. ആ ഫൈൻ അടയ്ക്കേണ്ടി വന്നില്ല. ആ സമയത്ത് ഇവിടെ പൊതുമാപ്പ് ഡിക്ലെയർ ചെയ്തു. പൊതുമാപ്പിലാണ് ഞാൻ നാട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വിസിറ്റിലേക്ക് ഇവിടെ വരികയും ചെയ്തിരുന്നത്. അപ്പോൾ ഇത് എല്ലാം എനിക്ക് സപ്പോർട്ടീവായ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്റെ മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സർവൈവ് ചെയ്തത്. ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. സെയിം തിങ് ഇതിനകത്ത്. പക്ഷെ അവർ ഇത്രത്തോളം നാറ്റ കേസാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അവർ വേറൊന്നിനും ഇടപെടാൻ വന്നിട്ടില്ല, വേറൊരു രീതിയിലും നമ്മളോട് വന്നിട്ടില്ലല്ലോ. ഇയാളുടെ കാര്യത്തിലേക്ക് വരാം.
തരാം. ഈ പറയുന്ന അബ്ദുസ്സലാം എന്നോട് പറഞ്ഞത് ഞാൻ ഉണ്ട്, ഞങ്ങളുണ്ട്, ഇവരുണ്ട്, പ്രൊട്ടക്ട് ചെയ്തോളും നിങ്ങളെ എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരെ പറ്റി നല്ല കാര്യങ്ങൾ ഞാൻ എന്റെ ലൈവിൽ പറയുകയുണ്ടായത്. ശരി, അവരങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ അവരുടെ ഒരു ഹെൽപ്പും ആവശ്യപ്പെട്ടിട്ടില്ല, അവരുടെ ഒരു സപ്പോർട്ടും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇത് വീണ്ടും ഈ കഥ പറയുന്നതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ, കോടതിയോ കാര്യങ്ങളോ വക്കീലോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടെയുള്ള ഏത് മിനിസ്ട്രി ഓഫ് ഏത് അഫയേഴ്സിലേക്ക് പോകാനും എനിക്ക് തനിച്ചറിയാം. എനിക്ക് ഒരാളുടെയും ഹെൽപ്പിന്റെ ആവശ്യമില്ല. അതൊരു അഹങ്കാരമായി കരുതണ്ട. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. തനിച്ച് നമുക്കിത് ഒക്കെ ചെയ്യാൻ കഴിയും. എന്നോട് ആര് ചോദിച്ചാലും ആർക്ക് വേണമെങ്കിലും ആ രീതിയിലുള്ള എല്ലാ അഡ്വൈസും തരും. ഇവിടെയുള്ള വക്കീലന്മാർ ഗുമസ്തന്മാർ മാത്രമാണ്. അത് ഞാൻ റിപ്പീറ്റഡ്ലി പറയും. അവരെ കൊണ്ടൊന്നും സാധിക്കില്ല. നമ്മുടെ നാട്ടുകാരാണ് പറയുന്നത്. ഇവിടെയുള്ള വക്കീൽ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ രാജ്യത്തിന് ഈ നാഷണാലിറ്റിയിലുള്ളവർക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. മറ്റവർ ജസ്റ്റ് ആക്ടിങ് ലൈക്ക് എ ഗുമസ്തർ. പക്ഷെ അവർക്ക് നമ്മളെ ഗൈഡൻസ് ചെയ്യാൻ പറ്റും. ആ ഗൈഡൻസ് എന്നെ കൊണ്ടുമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ സലാമിലേക്ക് വരാം. പുള്ളിക്കാരൻ എന്നോട് ഇത്രയും സംസാരിച്ചു. ദെൻ ആ വിഷയം കഴിഞ്ഞു. ഞാനിവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല, പെൺവാണിഭം എന്നൊക്കെ പറയുന്നു, ആവശ്യമില്ല. അപ്പം ഞാൻ പ്രതികരിക്കേണ്ട ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണുള്ളത്. കാരണം ഇവിടെ വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിപ്പോകും ഞാൻ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ. എനിക്ക് ചെയ്യാൻ കഴിയും. കാരണം എന്റെ ഹിസ്റ്ററി, എന്റെ ലൈഫ് അതൊരു നല്ല ഒരു രീതിയിലാണ് ഇതുവരെ പോയിട്ടുള്ളത്. അപ്പം അതിനെ ഇങ്ങനെ ഒരു റോങ് സ്റ്റഫിലേക്ക് പറയുമ്പോൾ സ്ത്രീകൾ മൊത്തം, അതായത് ഇവിടെ വരുന്ന പ്രവാസി സ്ത്രീകൾ മൊത്തം അതിനെ ബാധിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല. അങ്ങനെ വരുന്ന പെണ്ണുങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ വരുന്നവരുണ്ടായിരിക്കാം, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ അതല്ലാത്തൊരു കാറ്റഗറി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരെ നിങ്ങൾ ആ കൂടെ ചേർക്കരുതെന്നുള്ളതായിരുന്നു എന്റെ വാശി. ഞാനത് പറയുകയും ചെയ്തിരുന്നു. ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഇൻ ബിറ്റ്വീൻ ഇവരുണ്ടാക്കിയ ഗ്രൂപ്പിലേക്ക് സലാമിന്റെ വോയിസ് വന്നു. ആ വോയിസിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട്. അയാളുടെ വോയിസ് ഇങ്ങനെയായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാം. വോയിസ് പ്രകാരം അയാൾ പറയുന്നത്, അവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? ഇനിയിപ്പം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവരുടെ റേഷൻ കട്ട് ചെയ്തു. റേഷൻ കട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അയാൾ തന്നിരുന്ന എല്ലാ സപ്പോർട്ടും കട്ട് ചെയ്തു അത്രേ. ഇതിൽ ഞാൻ ആകെ അതിശയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വന്നത് എന്റെ വിസ, ഞാൻ എന്റെ പരയിടം പണയം വെച്ചെടുത്ത എന്റെ പണവും കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ആ ടിക്കറ്റിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ താമസിക്കുന്നു, ഞാൻ റെന്റ് കൊടുത്ത് താമസിക്കുന്നു. ഞാൻ ഇവിടുത്തെ ജോലിക്ക് എന്റെ കാർ ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ ഇവിടുത്തെ ജോലിക്ക് കയറി അവിടുത്തെ ശമ്പളം കൊണ്ട് ഞാൻ ആഹാരം കഴിക്കുന്നു. ഹൗ കംസ് അയാൾ എന്നെ സഹായിച്ചു? അല്ലെങ്കിൽ എന്താണ് അയാൾ എനിക്ക് വേണ്ടി? അയാളാണോ ഇവിടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്നത്? അതോ എമിഗ്രേഷൻ ഓഫീസർ അയാളാണോ? എനിക്ക് വിസ തന്നത് അയാളാണോ? അട്ടർ നോൺസെൻസ് അല്ലേ? അപ്പൊ അത് ഞാൻ പ്രതികരിക്കേണ്ട വീണ്ടും ഒരു സിറ്റുവേഷൻ വന്നു. കാരണം വിവരമില്ലാത്ത, ഇതിനെപ്പറ്റി ഇവിടെയുള്ള ഈ നിയമ സംവിധാനങ്ങളെ പറ്റി ഗ്രാഹ്യമില്ലാത്തവർ അത് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടാകും, അതിന് ചാൻസ് ഉണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും വന്നിട്ടു അയാളുടെ പേര് പറഞ്ഞും പറയാതെയും ഒക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു. ഹീസ് നത്തിങ് ഫോർ മീ. എനിക്ക് അയാൾ തരേണ്ട കാര്യമില്ല, എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അതിനെ ക്രോണീകരിച്ച് വേറൊരു രീതിയിലേക്ക് ആക്കി അയാൾ വിറ്റ്നസ് ആയ രീതിയിലേക്ക് ആ വോയിസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭയങ്കരമായി എക്സ്പ്ലോർ ചെയ്ത് അതിനെ വെച്ചിവിടാൻ ഭയങ്കര ആഘോഷമായിരുന്നു ഫിജോ ആൻഡ് ടീം. ഞാൻ അന്ന് മിണ്ടാതിരുന്നു. കാരണം ഓൾറെഡി ഈ ഫിജോ എന്നുള്ള ഒരു ഇഷ്യൂ എനിക്ക് സോൾവ് ചെയ്യേണ്ടതായുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇനി ഒരു ശത്രുവിനെയും കൂടെ കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അയാളെ പയ്യെ ഒഴിവാക്കി വിട്ടു. ഞാൻ ഒന്നും പറയാൻ പോയില്ല. അയാളെ കൊണ്ടുവന്ന നസീം അഹമ്മദിനെയും ഞാൻ പയ്യെ ഒഴിവാക്കി വിട്ടു. ഇവരെയൊക്കെ ഗ്രാജുവലി പിടിക്കാം. ആദ്യം ഇവിടെ ഇപ്പോ പ്രസന്റിലി തിളങ്ങി നിൽക്കുന്ന മേടത്തിനകത്ത് പിടിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അതിന് ആൻസർ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ നിങ്ങളോട് ഞാൻ ഇത് വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വോയിസ് ഉണ്ട്, കേൾപ്പിക്കാം. അതിനകത്ത് വേണമെങ്കിൽ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്യാം. ഇത്രയും പറഞ്ഞ മഹാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയുന്നതാണ്, പെങ്ങളെ, ഇങ്ങനെ പെങ്ങളെ, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? അപ്പോ ഈ പെങ്ങൾ എന്ന് ഇയാൾ വിളിക്കുന്ന ഞാൻ അയാളുടെ പെങ്ങളാണ്. എന്റെ റേഷൻ അയാൾ കട്ട് ചെയ്തു, എന്നെ എല്ലാ രീതിയിലും ഒതുക്കി. അയാൾക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വ്യഭിചരിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ ആ എന്നെ പെങ്ങളെ എന്ന് വിളിക്കുന്നു. എവിടെ വന്ന് വിളിക്കുന്നു? രഹസ്യമായി. മനസ്സിലാവുന്നില്ലേ? അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ കുറേ ആലോചിച്ചു. ഇത് നടന്നത് മെയ് മാസമാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 5 മാസം.
ഇനഫല്ലേ? 5 മാസം ഒരുപാട് ആലോചിക്കാനുള്ള സമയമായില്ലേ? 5 മാസത്തോളം ഞാൻ ആലോചിച്ചു. എന്റെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ മനസ്സിലൊരാഗ്രഹം, നമ്മൾക്കൊന്ന് ജയിക്കണം വേണ്ടേ, നമ്മളുടെ ഒരു പ്രതികാര മനോഭാവം മനസ്സിലുണ്ടാവും. ഞാൻ പണ്ടേനെ എങ്ങനെയാണ്, കഴിഞ്ഞ വർഷം ഫിജോ എനിക്കിട്ട് പണിതതിന് ഞാൻ ഈ വർഷമാണ് ഫിജോയ്ക്ക് ആൻസർ ചെയ്തത്. ഞാൻ കുറച്ച് ലേറ്റായിട്ട് ആൻസർ ചെയ്യുന്ന ആളാണ്, ഞാൻ കുറച്ച് ലേറ്റാണ് പൊതുവിൽ. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് വ്യക്തമാക്കി തരാം. പക്ഷേ ആ പറഞ്ഞ വ്യക്തി, അയാൾക്ക് ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റി ഇല്ല എന്ന് മാത്രമല്ല, ആ പൊസിഷൻ, ഇരിക്കുന്ന പൊസിഷൻ അയാൾക്ക് അർഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? നിരുപാധികം നീ ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അതാണ് നിനക്ക് നല്ലത്. ഞാനത് വാണിംഗ് ആയിട്ട് പറയുന്നതായിട്ട് നിനക്ക് ഫീൽ ചെയ്താൽ അങ്ങനെ, അല്ല ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് നിനക്ക് തോന്നിയാൽ അങ്ങനെ, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ആ പൊസിഷനിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇറക്കും. എന്തുകൊണ്ടെന്നറിയാമോ? യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. നീ നമ്മൾക്കൊരു നിലപാടുണ്ടാകണം. എനിക്കൊരു നിലപാടുണ്ട്. മരണം വരെ ഫിജോയെ ഞാൻ ക്ഷമിക്കില്ല. എന്റെ റീസൺ എന്റെ മകനെ ചേർത്ത് എന്നെ പറഞ്ഞു എന്നാണ്. അവൾ ഇനി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും മരണം വരെ എന്റെ ഏക ശത്രു ഫിജോ ആയിരിക്കും. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവർ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഞാൻ കുത്തി കാണിക്കുക, അല്ലെങ്കിൽ ശരി കാണിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറം എനിക്ക് വേറെ ഒരു ഉൾനോക്കം ഒന്നിനും ഉണ്ടാവത്തില്ല. അപ്പം എനിക്ക് എന്റേതായ ഒരു നിലപാടുണ്ട്. ഞാൻ നിലപാടുള്ളവളാണ്. എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. നീ ആ പൊസിഷനിൽ നിന്ന് നിരുപാധികം ഇറങ്ങിപ്പോവുക, മിണ്ടാതെ ഇറങ്ങിപ്പോവുക. അല്ല എങ്കിൽ ആ പൊസിഷനിൽ നിന്ന് നിന്നെ ഞാൻ വലിച്ചു താഴെയിട്ടു. അത്രയേ ഉള്ളൂ. അപ്പോ അത് ഈച്ച് ആൻഡ് എവറിത്തിങ്, ഈ വിശേഷം എല്ലാവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഞാൻ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോട് ഇക്കാര്യം ഒന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇടുന്ന കുറെ പോസ്റ്റുകളൊന്നും കറക്റ്റ് ആയിട്ട് എല്ലാവരിലേക്ക് എത്തുന്നില്ല. അപ്പൊ ആ കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ളത് കൊണ്ട് ഞാൻ വന്നത് റിവീൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോ നമ്മളിവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് ബോയ് കട്ടാട്ട്. ഇനി ഞാൻ തിരിയുന്ന നേരെ നസീം അഹമ്മദിലേക്കാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് നസീം അഹമ്മദിനെ ഇതുവരെ നിങ്ങൾ ഒരു ആക്ഷനും ഒന്നിനുമായിട്ട് ഇറങ്ങിയില്ല, ചെയ്തില്ല എന്നുള്ളത്. ചെറിയൊരു സോഫ്റ്റ് കോർണർ എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്തേക്ക് വന്ന് ചാടിയതാണോ എന്നൊരു ഡൗട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെയുള്ള സൈബർ അറ്റാക്കിലൊന്നും ആക്റ്റീവായി എനിക്കെതിരെ നിന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു വിശേഷം എന്തെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഞാനൊരു ആപ്ലിക്കേഷൻ പോലീസിൽ കൊടുക്കുമ്പോഴും എന്നോട് അവർ പറഞ്ഞത്, അവർക്കൊരു കൺഫ്യൂഷൻ വന്നു, ഇത് ഷംസു ആണോ നസീം അഹമ്മദ് ആണോ എന്ന്. അപ്പം ഞാൻ അങ്ങനെ ഈ രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ഈ രണ്ട് കൺഫ്യൂഷൻ വന്നിട്ട് രണ്ടും എടുത്തു കളയാൻ ചാൻസ് ഉള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ ഷംസുവിലേക്ക് മാത്രം കേസിനെ ചുരുക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ അലർട്ട്, ഇത് അലർട്ടാണെന്നോ വാർണിംഗ് ആണെന്നോ എങ്ങനെ വേണമല്ലോ എടുക്കാം. പിന്നെ ഈ ഇടയ്ക്ക് എന്നെ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ ഭയങ്കര സ്ട്രോങ്, മൗലവിയെയും ചേകന്നൂരും മൗലവിയെയൊക്കെ കൊന്ന ടീമുകളാണ്. ആദ്യം പറഞ്ഞു എന്നെ കൊന്നുകളയും എന്ന്, പിന്നെ പറഞ്ഞു എന്റെ മകനെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് പറയാനുള്ള എന്തെന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ വീട്ടമ്മയായി സമാധാനത്തോടെ എന്റെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടി അധ്വാനിച്ച് സ്വസ്ഥമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ നിങ്ങളാണ് ഇതിലേക്കൊക്കെ വലിച്ചുകൊണ്ടിരുന്നിട്ടത്. ഇനി ഗെയിം കിട്ടുന്നുണ്ടോ? ഇനി വേണമെങ്കിൽ കമന്റ് വായിക്കും. ഞാൻ ഇത്ര നേരം കമന്റ് വായിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇന്നിപ്പോ നടന്ന ഒരു വിഷയം കേട്ടിട്ട് എനിക്ക് അതിനെപ്പറ്റി ഞാൻ ഒരു ചെറിയ ഡിസ്കഷൻ നടത്തിയപ്പോഴത്തേക്ക് ഒരാളുടെ ഇൻബോക്സിലേക്ക് പോയിട്ട് കളി തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു. അതിന് ഒരു എക്സ്പ്ലനേഷൻ, ഒരു വൃത്തികെട്ട മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ടേ? ഇൻബോക്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏരിയയാണ്. അവിടെ ഒന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ പോരെ, അതെടുത്തിട്ട് ബഹളം വെക്കണത്. അത് ഞാനും കുറെ നാൾ കേട്ടതാണ്. ചിലരൊക്കെ എന്റെ ഇൻബോക്സിലേക്ക് വരികയും കോൾ ചെയ്യുകയും വീഡിയോ കോൾ ചെയ്യുകയും പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവരെ എങ്ങനെ ഡിലീറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. മനസ്സില്ല, ഞങ്ങളുടെ ഇൻബോക്സാ, സൗകര്യമില്ല ചെയ്യാൻ. ഇനി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തള്ളക്കും തന്തയ്ക്കും വിളിക്കും. മാത്രമല്ല അതെടുത്ത് പോസ്റ്റ് ഇട്ട് നാറ്റിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതെന്തുവാ, പെണ്ണെന്ന് കണ്ട അവിടെ ഞാൻ കളിക്കാനുള്ള സാധനമാണെന്നാ തോന്നുന്നത്. എനിക്ക് വേറൊന്നും തോന്നുന്നില്ലേ? അമ്മയെ കാണുമ്പോഴങ്ങനെയാ ഫീൽ ചെയ്യണേ. ഇപ്പൊ നമ്മളെ കൊണ്ട് ഈ വൾഗർ എന്തിനാ പറയിക്കുന്നേ? അപ്പൊ അത് ചെയ്യിക്കാതിരുന്നും കൂടെ. അതിനൊരു സപ്പോർട്ടൊന്നും പറയരുത്. ഒരു പ്രശ്നമില്ല. പ്രശ്നമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ കാണേണ്ടി വരും. അപ്പോൾ ഈ വിഷയം ഒന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് ഇതും കൂടെ അറിയണ്ടേ, ഇതും കൂടെ ഒന്ന് അറിയിക്കണ്ടേ, അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ്. പബ്ലിക്കിൽ തെറി വിളിക്കുകയും പ്രൈവറ്റിലുള്ള ക്ഷമ പറച്ചിലും അക്സെപ്റ്റബിൾ അല്ല.
അത് ആരായിരുന്നാലും അക്സെപ്റ്റബിൾ അല്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. അല്ലാണ്ട് പബ്ലിക്കിൽ കിടന്ന് തെറിയും വിളിച്ചിട്ട് മോശവും പറഞ്ഞിട്ട് വേശി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റിൽ വന്ന് പെങ്ങളെ എന്ന് വിളിക്കല്ലേ. പെങ്ങളെന്ന് പറയുന്നത് ഒരു വല്ലാത്ത റിലേഷൻഷിപ്പാണോ? ആ റിലേഷൻഷിപ്പ് അതൊരു പ്രീഷ്യസ് റിലേഷൻഷിപ്പാണ്. അതിനൊന്നും നീ ആയിട്ടില്ല. അത് പറഞ്ഞവനിക്ക് ചെവിക്കിൽ ഒരെണ്ണം കൊടുക്കണമെന്ന് എനിക്കുണ്ട്. അതാ ഇങ്ങനെ പറയാനാണ് ഇഷ്ടം. കേട്ടോളൂ, വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്. നീ പെങ്ങളെ ഞങ്ങളുടെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നടക്കണതേ വേറെയാണ്. അപ്പൊ ഏകദേശം ഞാൻ ഏത് അസോസിയേഷനാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി വേറൊരു കാര്യവും കൂടെ നിങ്ങളെ അറിയിക്കാനുണ്ട്. 2-3 ദിവസം മുമ്പ് എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞവർ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മതനിന്ദയോടനുബന്ധിച്ച് ഞാൻ മിക്കവാറും അകത്താകും. എന്റെ കാര്യങ്ങളൊക്കെ പോക്കാണ്. ഞാൻ മൊത്തത്തിൽ അകത്താകും. വേറെ ഒരു ഐഡിയ ഉണ്ട്. സാഫല്യ എന്റെ ഫ്രണ്ടാണ്. എനിക്ക് സത്യത്തെ അവരെ പേഴ്സണലി അറിയത്തില്ല. മിക്കവാറും ചില സമയത്ത് എന്നോട് അടി കൂടാറുമുണ്ട്. പക്ഷെ ഐ ലൈക്ക് ഹെർ ആറ്റിറ്റ്യൂഡ്. സംടൈംസ് അവരുടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിന് അതൊക്കെ കറക്റ്റായിട്ട് സാറുകൊണ്ട് അവിടെ ഇടാറുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. സാഫല്യ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. സാഫല്യയുടെ ആറ്റിറ്റ്യൂഡ് എനിക്കെതിരെ തിരിയുമ്പോൾ നാട്ടുകാർക്കിട്ട് ഉണ്ടാക്കിയത് കണക്കായിരിക്കും. ഞാൻ തിരിച്ചു തെറി വിളിക്കും. അത് വേറെ. പിന്നെ ഈ സാഫല്യ ഞാനാണെന്നുള്ള ഒരു സംസാരം ഇവിടെ നടക്കുന്നുണ്ട്. തെളിയിക്കുന്നവർക്ക് 1 കോടി രൂപയാണ് സമ്മാനം. ഞാനാണ് സാഫല്യാണെന്ന് തെളിയിക്കുന്നവർക്ക് 1 കോടി രൂപയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. എന്റെ ഉണ്ടല്ലെന്നും ചെയ്യുന്നത് പറമ്പ് കിടപ്പുണ്ട്. ഞാൻ വിറ്റെങ്കിലും നിങ്ങൾക്ക് ആ കാശ് തരും. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത വൾഗറിസം കൊണ്ട് എന്റെ അടുത്തേക്ക് വരാതിരിക്കുക. പിന്നെ എന്നെ പിടിച്ചകത്തിടുകയും അല്ലെങ്കിൽ എന്നെ കൊല്ലുകയും ചെയ്തത് കൊണ്ടൊന്നും എന്റെ ശബ്ദം നിലച്ചു പോവുകയോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്റെ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഇതൊക്കെ എയറിലുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എയറിലാണ്, മേഘങ്ങൾക്കിടയിലാണ്. അവിടുന്ന് നേരിട്ട് വന്നോളും. ഓൺസ് എനിക്ക് എന്തെങ്കിലും വന്നു അയ്യോ ഞാൻ പേടിച്ചിട്ട് പറയണമെന്നില്ല. എനിക്ക് പേടിയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചെയ്യാം. ഞാൻ ഇൻഷുറൻസ് എടുത്തറിഞ്ഞാ നിങ്ങൾ എന്നെ എത്രയും പെട്ടെന്ന് കൊല്ലുകയാണെങ്കിൽ എന്റെ കുട്ടികൾക്ക് ആ പൈസ പോയി ചേരും. ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കേണ്ട 4-5 കൊല്ലം. സോ എനിക്ക് ഒരു മാന്യതയില്ല. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ആരാണ് ഈ ഹാരിസ്? മോനെ ഹാരിസെ, എനിക്ക് ഒരു മാന്യതയും വേണ്ട. എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഒരു മനുഷ്യരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. എനിക്ക് ഒരു മാന്യതയില്ല. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന കേസ്, പെണ്ണുങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന കേസ്, പെണ്ണുങ്ങൾക്കെതിരെ നടക്കുന്ന എന്ത് ക്രൈം വരുമ്പോഴും എനിക്ക് എന്റെ മാന്യത വേണ്ടാന്ന് വയ്ക്കുന്നോളാണ് ഞാൻ. മനസ്സിലായില്ലേ? ഞാൻ പെണ്ണായതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ അത്രത്തോളം വ്യക്തിത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ തെറിയാണ് നിങ്ങളുടെയൊക്കെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ തെറി ഈസ് ആൻ ഇമോഷണൽ ഡിസ്ചാർജ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഗതിയാണത്. എല്ലാവർക്കും ദേഷ്യം വരുമ്പോൾ തെറിയൊക്കെ വരുള്ളൂ. തന്നെ തരും DCR 1 crore തരും. സത്യമായിട്ട് തരും. ഞാനാണ് സാഫല്യം എന്ന് തെളിയിച്ചാൽ 1 CR ഞാൻ തന്നിരിക്കും. മനസ്സിലായില്ലേ? കിഷോർ, നിങ്ങൾ തമ്മിൽ എന്താ, ആര് തമ്മിൽ എന്താ പ്രശ്നമൊന്നും? ജയ കൃഷ്ണൻ, ഹായ്. തെളിയിച്ചില്ലെങ്കിൽ എത്രയാസം? തെളിയിക്കാതെ അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തല്ലുകയും ചെയ്യും, തുപ്പയും ചെയ്യും, ഇടിക്കുകയും ചെയ്യും, തെറിയും വിളിക്കും. ഞാൻ മറന്നു ഒരിക്കലുമില്ല. എനിക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിമ്മി പറയുന്ന കണക്ക് പറയല്ലേ എന്റെ രാജശ്രീ. നിമ്മി ഇതുപോലെ ഇന്ന് രാവിലെ ഫോൺ വിളിച്ചിട്ട് ഞാൻ സ്വപ്നം കണ്ടെന്നൊക്കെ പറയുന്നത്. ഇടയ്ക്ക് അവള് പറയും ഞാൻ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത്. തിരക്കാടോ? അത്രയ്ക്ക് തറ തൊടാതെ ഓടുന്നുണ്ട്. അത്രയ്ക്ക് തിരക്കില്ല, അതുകൊണ്ടാണ്. ഓക്കെ ബൈ, പിന്നെ കാണാം, ടാറ്റ. എന്നാ ശരി, പോയിക്കോളൂ, ടാറ്റ. രാജശ്രീ, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ഞാൻ ശരിയാണ്, ആ മൊബൈൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല സത്യത്തിൽ. അതുകൊണ്ടായിരിക്കും. അങ്ങനെ മറക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ പിന്നെ ലൈവിൽ വരാത്തോണ്ടായിരിക്കും നിങ്ങൾക്കൊന്നും എന്നെ അങ്ങനെ കിട്ടാത്തത്. അല്ലാതെ നിങ്ങളെയൊക്കെ മറന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകാനാണ്. നല്ല സുഹൃത്തുക്കളല്ലേ. അല്ല, എത്ര നേരമൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ വലിയ കാര്യമാണല്ലോ. കിഷോർ പെരുന്നാട്, സുഖമാണോ? പരമ സുഖല്ലേ. 6-7 ദിവസം കൊണ്ട് ഞാനിവിടെ കിടന്ന് തിത്തയ്യ കളിക്കുന്നുണ്ട്. ജലാൽ മന്നിത്തൊടി, ഹായ്. പിന്നെ കുറെ കമന്റ്സ് ഇടുന്നവരൊന്നും എനിക്ക് അത്രയും ഓർമ്മയൊന്നുമില്ല. ഇൻബോക്സിലേക്ക് പോകത്തില്ല. എല്ലാരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അത്. ഷെഫീന ബീവിയിലേക്ക് ഞാൻ എന്താ ഇൻബോക്സിൽ പോവാത്തതെന്നാണ്. ഞാൻ മെസ്സഞ്ചർ അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് റീസൺ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൊബൈലിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ വേറെ ആരുടെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മെസ്സഞ്ചർ കോൾ വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അതിന്റെ സൗണ്ട് എന്തോ ഹർബാനാകും. മൊബൈൽ കൊണ്ട് കടയിൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാനില്ല. അതുകൊണ്ടാണ് സമയമില്ല, എനിക്ക് അതിനുള്ള സമയമില്ല, അതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ മെസ്സഞ്ചർ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കോൾ അതിനകത്ത് വന്നാൽ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ 6 മണി ആയതേ ഉള്ളൂ. മുമ്പ് ഇരുട്ടിയുണ്ടോ? നേരെ ഇരുട്ടിയിട്ടുണ്ട്. 6 മണിയേ ആയിട്ടുള്ളൂ. പക്ഷെ പുറത്ത് ഉണ്ടാക്കി ഇരുട്ടി. ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി.
തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴ മാത്രം പെയ്യരുത്, ഞങ്ങളുടെ പാട്ടമില്ല, ചോരും. ബക്കറ്റ് വെച്ച് നിൽക്കേണ്ടി വരും, ഉറങ്ങാനൊക്കത്തില്ല, ഇങ്ങനെ ബക്കറ്റും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. കിഷോർ പെരുന്നാണ്ട് എന്തോ തുപ്പൂന്ന കിഷോർ പെരുന്നാണ്ട് മെസ്സേജ് ഞാൻ വായിച്ചല്ലോ, ഞാൻ ആൻസർ പറഞ്ഞല്ലോ. മാഡം, when is your problem get solved and start a peaceful life? Actually, മിസ്റ്റർ രാജേഷ് ആരും പ്രോബ്ലത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടാവില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും പ്രശ്നങ്ങളൊന്നും ഇഷ്ടമില്ല, സൈലന്റ് ആയിട്ട് ജീവിച്ച് തീർക്കാൻ തന്നെയാണ് ഇഷ്ടം. ഇതിപ്പം നമ്മളെ വലിച്ചിട്ട ഒരു വിശേഷമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹ്യൂമൻ ബീയിങ് ആയ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് തന്നെ വെച്ചോളൂ, അങ്ങനെയുള്ള ഒരാൾക്ക് പൊതുവിൽ നമ്മളുടെ ഒരു ഈഗോ ഉണ്ടാവും. ചില സമയത്ത് നമ്മുടെ ഈഗോയെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്ത ഒരു വിഷയമാണെന്ന് കൂട്ടിയാൽ മതി. ഒരു പണി നമുക്ക് തരുമ്പോൾ നമ്മളും തിരിച്ചൊരു പണി കൊടുക്കണ്ടേ, വേണ്ടേ? അത് പിന്നെ കുട്ടിത്തമായിട്ട് കരുതിയാൽ മതി. അതിനകത്ത് വയസ്സി തള്ളയുടെ കുട്ടിത്തമായി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഐ ഡോണ്ട് കെയർ. കുറെ ആയല്ലോ ഞാൻ ലൈവ് കാണാത്തതുകൊണ്ടാണോ, നിങ്ങൾ വരാത്തതുകൊണ്ടാണോ? ഞാൻ വരുന്നില്ല, ലൈവിൽ വരുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ആ പ്രശ്നത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു അലിഗേഷൻ പറഞ്ഞു. ആ അലിഗേഷനെതിരായിട്ട് അവരുടെ സൈഡിൽ നിന്ന് തന്നെ ആ അലിഗേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്ത സമയത്തുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് അതൊരു പിന്നെ റിവെഞ്ചിന്റെ ഇതായിരുന്നു, അല്ലാതെ നിങ്ങൾ അതിനകത്തൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതും കൊണ്ട് ഞാൻ ഘോരഘോരം പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ലൈവുകൾ കൊണ്ട് എനിക്ക് കുറച്ച് ശത്രുക്കൾ ഉണ്ടായി. അപ്പം അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എനിക്ക് ശത്രുക്കളെ ഇഷ്ടമില്ല, ബട്ട് ദർ ഈസ് നമ്പർ ഓഫ് പീപ്പിൾ. അപ്പം അവരൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആരുമില്ലാതെ നിൽക്കുന്ന ഒരാളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാം എന്ന് പറഞ്ഞല്ലേ, അത് ഒന്ന് ഒതുക്കി കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിന് ആൻസർ ചെയ്യുന്നു. ചിലരെയൊക്കെ നിർത്തേണ്ട ഒരു ആവശ്യകത മനസ്സിലായത് കൊണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതിനപ്പുറം ഡൺ, എന്റെ പ്രോബ്ലം സോൾവ്ഡ്. എനിക്ക് അതുമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂവും ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ആ ഇരിക്കുന്ന പൊസിഷൻ മറന്നിട്ട് ഒരു കമന്റ് കൊടുത്തതിന് അയാൾക്കൊരു മറുപടി ഞാൻ കൊടുത്തേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പേഴ്സണലി എനിക്ക് അയാളോട് ഒരു ശത്രുതയില്ല, ഒന്നുമില്ല. എന്തു പറ്റി അങ്ങനെ ഡോളാണല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നമ്മളൊക്കെ ദുബായിലുണ്ടല്ലോ. അയ്യോ എന്റെ പൊന്നു സഹോ, എന്നെ ആരും ദുബായിലുള്ളവർ വിളിക്കുകയും വേണ്ട, സഹായിക്കുകയും വേണ്ട. ഞാൻ ഒറ്റക്ക് അങ്ങ് ജീവിച്ച് തീർത്തോളാം. എന്റെ പൊന്നോ, എന്നെ ആര് സഹായിക്കാൻ വരല്ലേ? ഇവിടെ ഒരു മുതുമലര് സഹായിക്കാൻ വന്ന് മാല വരെ ഒരു പണയം വെക്കാൻ കൊടുത്ത് അവനെ സഹായിച്ച് തിരിച്ചങ്ങോട്ട് സഹായിച്ച് നല്ല 1ാം ക്ലാസ് സഹായവും വാങ്ങി നല്ല പണിയും വാങ്ങിയിരിക്കുന്ന എന്നെ ഇനി ആര് സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വരല്ലേ? എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി ആരും വരണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് തീർത്തോളാം. എനിവേ, ടേക്ക് കെയർ. ഓക്കെ, രാജേഷ് രാമേന്ദ്രൻ. ഓക്കെ ചോദിച്ചതിനൊക്കെ മറുപടി തന്നില്ല. ഞാൻ ആദ്യം ഒന്നും കമന്റ് കണ്ടില്ല, പിന്നീട് ഞാൻ കമന്റ് നോക്കിയിട്ട് ആൻസർ ചെയ്തേക്കാം. ശരി, ഗുഡ് നൈറ്റ്.